ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെ ആകാംക്ഷയോട് കൂടിയിട്ടിരിക്കുകയാണ്. ക്ലീയുടെ റിസൾട്ട് എന്ന് വരും. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ LLB എൻട്രൻസ് 3 ഇയറിന്റെയും 5 ഇയറിന്റെയും കഴിഞ്ഞതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വരും. കാരണം നിങ്ങൾ എല്ലാവരും മനസ്സിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് റാങ്ക്. എനിക്ക് എത്ര വരും, എത്ര വന്നാൽ എനിക്ക് കിട്ടും, അതുപോലെ തന്നെ എനിക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ എത്ര റാങ്ക് കിട്ടും എന്നൊക്കെ ഉള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റിസൾട്ട് വരുമെന്നൊക്കെ ഇന്നലെ രാത്രി വരെയും കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ട് നോക്കിയിട്ട് കിടക്കാനോ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ടെൻഷൻ സെൻസ് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ആൻസൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് എത്രയായിരിക്കും റാങ്ക്, നിങ്ങൾ പ്രതീക്ഷിച്ച കോളേജിൽ കിട്ടാനുള്ള മാർക്ക് കിട്ടുമോ എന്നൊക്കെ അറിയാൻ. സോ അതിനൊക്കെ ഒരു ഉത്തരം സിയുടെ വെബ്സൈറ്റിലൂടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിസൾട്ട് വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത് 19-ാം തീയതി ആയിരിക്കും. അതായത് മറ്റന്നാളായിരിക്കും വരുന്നത്. ഇന്ന് 17-ാം തീയതിയാണ്, അപ്പൊ മറ്റന്നാളായിരിക്കും വരുന്നത്. 19-ാം തീയതിയാണ് വരുന്നതെന്ന് അവര് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അത് അറിയിപ്പായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പഞ്ചവത്സര LLB 2025, ത്രിവത്സര LLB അതായത് 3 ഇയർ LLBയുടെയും റാങ്ക് ലിസ്റ്റ് 2025 റാങ്ക് ലിസ്റ്റ് വരുന്നത് 19/6/2025 പ്രസിദ്ധീകരിക്കും എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്തായാലും ഷുവർ ആയി 19-ാം തീയതി വരും എന്നുള്ളത്. സോ ഇന്ന് നാളേക്ക് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. 19-ാം തീയതി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോർണിംഗ് ആവാം, ഈവനിങ് ആവാം, മേ ബി നൈറ്റ് ആവാം വരുന്നത്. എനിവേസ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള റാങ്കും മാർക്കും ഒക്കെ തന്നെ നിങ്ങൾ സ്കോർ ചെയ്യട്ടെ. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ആ ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ക്ലീയുടെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾ നല്ല നല്ല മെസ്സേജസ് ആയിരുന്നു വീഡിയോയിൽ, കമന്റ്സിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ കോൾ ചെയ്തും ഒക്കെ പറയുന്നത് കുട്ടികൾ. ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് 25-ൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും 24-ലെ വീഡിയോസ് തന്നെയായിരുന്നു കണ്ടിന്യൂഷൻ. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുമായിരുന്നു. ആ സബ്ജക്ട്സ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോ നിങ്ങൾ അതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കമന്റ് ബോക്സിലെ ആ വീഡിയോസിലെ മെസ്സേജ് കാണുമ്പോൾ. ഒരുപാട് സന്തോഷമുണ്ട്. സോ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷ പോലെയുള്ള റിസൾട്ട് കിട്ടട്ടെ. 19-ാം തീയതിയാണ് വരുന്നത്. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചു 16-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് മിസ്സേ വന്നില്ലോ എന്ന്. 16-ാം തീയതി വരുമെന്ന് പറഞ്ഞത് 25-ാം തീയതി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താ അപ്ഡേറ്റ്സ് എന്നുള്ളത് ആ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി എന്താ നെക്സ്റ്റ് പ്രൊസീജിയർ എന്നൊക്കെ ഉള്ള അറിയാനായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. അപ്പൊ 16-ാം തീയതി വരും റിസൾട്ട് എന്ന് പറഞ്ഞത് ഓൺ ഓർ ബിഫോർ എന്ന് പറഞ്ഞ് 25-ാം തീയതി എക്സാം നടത്തുമായിരുന്നെങ്കിലാ. ഇത് 25-ാം തീയതി അല്ലല്ലോ, 1-ാം തീയതി അല്ലേ നടത്തിയത്. എന്നാലും സി വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നേരത്തെ തന്നെ റിസൾട്ട് വരുന്നുണ്ട്. ഇത്തവണ 19-ാം തീയതി വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സോ 19-ാം തീയതി എന്തായാലും റിസൾട്ടിന്, മറ്റന്നാൾ റിസൾട്ടിന് വേണ്ടിയിട്ട്, നിങ്ങളുടെയൊക്കെ റിസൾട്ടിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും യൂട്യൂബിലെ സ്റ്റുഡൻസിനും എല്ലാവർക്കും തന്നെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ, റാങ്ക് ലിസ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.